വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്കൊരു ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കിയാലോ വീട്ടിൽ. വളരെ സിമ്പിളാണ് കേട്ടോ ഇത്. അപ്പം ഇതിപ്പോൾ ഞാൻ രാവിലെ മോന് ഉച്ചത്തേക്ക് സ്കൂളിൽ ലഞ്ചിന് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയതാണ്. അപ്പോൾ അത്ര സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പം ആദ്യം ഒരു മീഡിയം സൈസ് കോളിഫ്ലവർ എടുത്ത് ചെറിയ ഇതിരുകളാക്കി മാറ്റിയെടുത്തു. എന്നിട്ട് തിളച്ച വെള്ളത്തിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഈ കോളിഫ്ലവർ ഒന്ന് വേവിച്ച് ഊറ്റി മാറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതിലോട്ട് ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, മൈദ മാവ്, അരിപ്പൊടിയാണ് കേട്ടോ ഞാൻ ഇട്ടത്. ഇതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് സൺഫ്ലവർ ഓയിലിൽ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സൺഫ്ലവർ ഓയിലായിരിക്കും നല്ലത്. അപ്പോൾ വെളിച്ചെണ്ണ വേണമെങ്കിലും ആഡ് ചെയ്യാം, പക്ഷേ അതിൻ്റെ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും, അത്രയേ ഉള്ളൂ. അപ്പം ഇതൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്ത് നമുക്ക് മാറ്റി എടുക്കാവുന്നതാണ്. ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഞാൻ ബാക്കി ചെയ്യുന്നതും ആ എണ്ണയിൽ കോളിഫ്ലവർ ഫ്രൈ ചെയ്ത എണ്ണയിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിലോട്ട് കുറച്ചധികം വെളുത്തുള്ളിയാണ് കേട്ടോ ചെറുതായിട്ട് നുറുക്കിയത് ആഡ് ചെയ്യുന്നത്. വെളുത്തുള്ളി കുറച്ച് ആഡ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം അതൊന്ന് നന്നായിട്ട് മൂത്തതിന് ശേഷം ഞാൻ സവാള ചെറിയ പീസായിട്ടാണ് കേട്ടോ മുറിച്ചത്. നമുക്ക് വലിയ സ്ക്വയർ പീസായിട്ടൊക്കെ മുറിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം ഞാനിങ്ങനെ ചെറിയ പീസായിട്ട് മുറിച്ചെടുത്തു. അതിലോട്ട് ഒരു പച്ചമുളകും കൂടെ ചെറുതായിട്ട് നുറുക്കിയതും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇനി പ്രധാനമായിട്ടും മൂന്ന് സോസ് വേണം കേട്ടോ. സോയ സോസും ടൊമാറ്റോ സോസും എന്തായാലും വേണം. അപ്പോൾ ഞാനിപ്പം ചില്ലി സോസ് കൂടെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ നമുക്ക് ഒരു സ്പൂണ് കോൺഫ്ലവർ ഉണ്ടെങ്കിൽ അതുകൂടെ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പം എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ അരിപ്പൊടി തന്നെയാണ് എടുത്തത്. അതുകൂടെ ഇട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം. അപ്പോൾ ഡയറക്റ്റ് ആഡ് ചെയ്യുന്നതിനെ കാട്ടി ഈ സോസ് എല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് ആഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. എനിക്കങ്ങനെ ചെയ്യുന്നതാണ് ഇഷ്ടം. അപ്പം അതും കൂടെ ആഡ് ചെയ്ത് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് ലൂസായിട്ട് ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഈ ഒരു രീതിയിൽ ഗ്രേവി ടൈപ്പാണ് ആവശ്യമെങ്കിൽ ഈ സമയത്ത് നമുക്ക് കോൺഫ്ലവർ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ആഡ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. അപ്പം ഞാനിത് ഡ്രൈ ആയിട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറച്ചുകൂടെ വെള്ളം ഒന്ന് വറ്റിച്ചിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവറൂടെ ആഡ് ചെയ്ത് ഒന്ന് ഡ്രൈ ആക്കി എടുത്തു കേട്ടോ. അപ്പം ഞാൻ ചപ്പാത്തിക്കായിട്ടാണ് കോമ്പിനേഷനായിട്ടാണ് കൊടുത്തത്. അപ്പോൾ ഈ ഡ്രൈ ആയിട്ടിരിക്കുന്നതായിരിക്കും കുറച്ച് നല്ലതെന്ന് തോന്നി. അപ്പം ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അപ്പോൾ ഞാനൊരു ക്യാപ്സിക്കവും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്, ഒരു ചെറിയ പീസാണ് ആഡ് ചെയ്തത്. അപ്പോൾ അതുകൂടെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് കിട്ടും. വളരെ സിമ്പിളല്ലേ, പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക്